Hi everyone, welcome back to Career Frames. OET, Occupational English Test. നിങ്ങൾ പലരും ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് കേട്ട് കാണും. പൊതുവെ നഴ്സുമാരാണ് OET എക്സാം എഴുതുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ? ശരിക്കും എന്താണ് OET എക്സാം? ആരാണ് ഈ ഒരു എക്സാം എഴുതേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എക്സാമിനകത്ത് പഠിക്കാനായിട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. OET എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ടെസ്റ്റ്. പ്രധാനമായും ഹെൽത്ത് വർക്കേഴ്സ് ലൈക്ക് ഡോക്ടേഴ്സ്, നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡെൻറ്റിസ്റ്റ്, ഫാർമസിസ്റ്റ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെയാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. ഇനി OET എക്സാമിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 4 കമ്പോണൻസ് ആണ് വരുന്നത്: ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇനി ഇതിന് നേടേണ്ട സ്കോർ എന്ന് പറയുന്നത് ഓരോ കൺട്രീസിനും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ UK പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്ത് വർക്കർ ആണെങ്കിൽ അവിടെ ലിസ്ണിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ് ഇത് 3ഉം കൂടെ B ഗ്രേഡും റൈറ്റിങ്ങിന് C+ ഗ്രേഡുമാണ് നേടേണ്ടത്. ഇത് മിനിമം സ്കോറാണ്. ഇനി അയർലൻഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ ഏതെങ്കിലും 3 കമ്പോണൻസിന് B ഗ്രേഡും ഒരു കമ്പോണൻസിന് C+ ഗ്രേഡ് നേടിയാലും മതി. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും തന്നെ B ഗ്രേഡാണ് വേണ്ടത്. ഇനി ഇതിൽ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്ലബിംഗ് മെത്തേഡ്. നിങ്ങൾ UK പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ലഭിച്ചത് 2 B ഗ്രേഡും അതുപോലെ തന്നെ 2 C+ ഗ്രേഡും ആണെങ്കിൽ ആ സ്കോർ ഉപയോഗിച്ച് UK പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. സോ 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ OET എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി 3 B ഗ്രേഡ് നേടി ക്ലബിംഗ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് UK സ്കോറാക്കി മാറ്റി UK പോകാനായിട്ട് സാധിക്കും. ഈ ഒരു ക്ലബിംഗ് മെത്തേഡ് UK മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. മറ്റ് കൺട്രീസിലൊന്നും ഈ മെത്തേഡ് പോസിബിൾ അല്ല. ഇനി എക്സാം മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നതാണ് ലിസ്ണിംഗ്. ലിസ്ണിങ്ങിൽ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ നൽകും. അതൊരു ഡോക്ടർ പേഷ്യൻ്റ് കോൺവെർസേഷൻ ആയിരിക്കും. ആ കോൺവെർസേഷൻ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ് വേണ്ടത്. പ്രധാനമായും ഇതിൽ തന്നെ 3 പാർട്സ് വരുന്നുണ്ട്: A, B ആൻഡ് C. A എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. B ആൻഡ് C എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാവും. ആ ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ചാൽ മതിയാകും. ഇനി വരുന്ന സെക്കൻഡ് പാർട്ടായിട്ടുള്ള റീഡിങ്ങിൻ്റെയും പാറ്റേൺ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ കേൾക്കുന്നതിന് പകരം തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇനി വരുന്നതാണ് 3ാമത്തെ പാർട്ടായിട്ടുള്ള റൈറ്റിംഗ്. റൈറ്റിങ്ങിൽ പ്രധാനമായും നിങ്ങൾക്ക് ലെറ്റർ എഴുതാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷനാണോ ഉള്ളത് ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പേഷ്യൻസിൻ്റെ കേസ് ഡയറി നൽകി ആ കേസ് ഡയറി വായിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് ആ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ലെറ്റേഴ്സൊക്കെ എഴുതേണ്ടത്. ഇനി വരുന്ന 4ാമത്തെ പാർട്ടാണ് സ്പീക്കിംഗ്. സ്പീക്കിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനറായിട്ടായിരിക്കും സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷനാണോ ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നേഴ്സ് ആണെങ്കിൽ ഒരു നേഴ്സ് പേഷ്യൻ്റ് കോൺവെർസേഷൻ പോലെ ആയിരിക്കും സ്പീക്കിങ്ങിൽ വരുന്നത്. ഇതിൽ തന്നെ 2 പാർട്സ് വരുന്നുണ്ട്. രണ്ടും 5-5 മിനിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ നോളേജിനേക്കാളും നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ആയിരിക്കും അവർ നോക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഷ്യൻറ്റിനെ എത്രത്തോളം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. ഇതൊക്കെയാണ് OET എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി OET എക്സാം മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് ഇയർലി 24 പ്രാവശ്യം നടക്കുന്നുണ്ട്. എക്സാം ഓഫ്ലൈൻ മോഡായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾ കോച്ചിങ്ങിനൊക്കെ പോകുന്നതിനേക്കാൾ മുൻപേ തന്നെ ഒരു 1-2 മാസം മുൻപേ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളൊരു കോച്ചിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തീരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ദ ചാനൽ.